വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ നിസാർ കമ്മീഷൻ. എന്നാൽ ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് സർക്കാർ അറിയാതെയല്ല. ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷനെ പറ്റിയും സർക്കാർ നടത്തിയ നീക്കത്തെയും പ്രശംസിച്ച് ജയരാജന്റെ പുസ്തകം. അത് സർക്കാരിന് ബൂമറാങ് ആകുകയാണ്. മുനമ്പം വിഷയം ആളിപ്പടർന്നതിന് പിന്നാലെ ഇടത് സർക്കാരിന്റെ കാലത്താണ് ഭൂമി തിരിച്ചുപിടിക്കാൻ അനുവാദം ലഭിച്ചത് എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് തിരസ്കരിച്ച് സർക്കാർ രംഗത്ത് വന്നിരുന്നു. ജയരാജന്റെ പുസ്തകത്തിലെ ഈ പരാമർശം അതുകൊണ്ട് തന്നെ സർക്കാരിന് പാരയാകും. CPM-ന്റെ നിലപാടെന്നും വഖഫിന് ഒപ്പമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പി ജയരാജന്റെ വരികൾ. വഖഫിന്റെ ഭൂമി തിരിച്ചുപിടിക്കാൻ നിസാർ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു എന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് ജയരാജൻ പറയുന്നു. കേരള മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിനു വേണ്ടി ഇടത് സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് ഇടയിലാണ് ഭൂമി തിരിച്ചുപിടിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. വഖഫ് വിഷയം കേരളം ചർച്ച ചെയ്യുന്നതിന് മുൻപാണ് ജയരാജൻ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. വഖഫിനോടുള്ള CPM-ന്റെ കരുതൽ വലിയ അഭിമാനത്തോടെയാണ് ജയരാജൻ പറയുന്നത്. എന്തായാലും ഈ പുസ്തകം ജയരാജൻ എഴുതാൻ തീരുമാനിച്ച സമയം സൂപ്പറാണ്. പലതും പുറത്തു വരാൻ കാരണമായി. മുസ്ലിം യുവാക്കൾ തീവ്രവാദികളായത് ഒരു സുപ്രഭാതത്തിലല്ല. മദനിയുടെ വാക്കുകൾ ഇസ്ലാം യുവാക്കളെ ആകർഷിച്ചത് കുറച്ചൊന്നുമല്ല. മദനിയെ ഇസ്ലാം തീവ്രവാദത്തിന്റെ അംബാസഡർ ആക്കി പി ജയരാജൻ. കേരളത്തിലെ യുവാക്കളെ മദനി തന്റെ വഴിയെ നടത്തിയത് തീവ്ര പ്രസംഗങ്ങൾ നടത്തിയതിലൂടെ. തടിയന്റെ നസീറിനെയും തീവ്രവാദിയാക്കിയതിന് ഉത്തരവാദി മദനി എന്നാണ് ജയരാജൻ പുസ്തകത്തിൽ പറഞ്ഞത്. മദനിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയത് പി ജയരാജനാണ്. കേരള മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ. മാതൃഭൂമി ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ഈ പുസ്തകം ശരിക്കും വലിയ രീതിയിൽ വിവാദമായ പുസ്തകമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുസ്തകത്തിലെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് വഖഫ് വിഷയത്തിൽ സർക്കാർ മുസ്ലിങ്ങൾക്കൊപ്പം നിന്നു. അതിനുവേണ്ടി വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ പോലും നിയോഗിച്ചു എന്നുള്ള പുതിയ ഒരു വിവരം പുറത്തു വരുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ തീവ്രവാദ ചിന്ത വളർത്തിയത് അബ്ദുൽ നാസർ മദനി എന്ന പുസ്തകത്തിൽ ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിവൈകാരികമായ പ്രസംഗങ്ങൾ കേരളത്തിലുടനീളം നടത്തി മദനി ആളുകൾക്കിടയിൽ തീവ്ര ചിന്താഗതികൾ വളർത്താൻ ശ്രമിച്ചു. ഒട്ടേറെ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. സ്വകാര്യ സുരക്ഷാ ഭടന്മാർക്കൊപ്പം കേരളത്തിലുടനീളം നടത്തിയ പര്യടനത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതിവൈകാരികമായ പ്രസംഗമാണ് മദനിയുടേത്. മദനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സേവക് സംഘം അഥവാ ISS രൂപീകരിച്ചു. ISS-ന്റെ നേതൃത്വത്തിൽ ആയുധ ശേഖരണം നടത്തി. യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകി. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അംബാസഡറായി മദനിയെ വിശേഷിപ്പിക്കാമെന്നാണ് ജയരാജൻ പറഞ്ഞത്. ഭീകരവാദ കേസുകളിൽ പ്രതിയായ കണ്ണൂർ സ്വദേശി തടിയന്റെ നസീർ മദനിയുടെ പ്രസംഗത്തിൽ ആകൃഷ്ടനായാണ് തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞത്. ISS-നെതിരെ ആരോപണം ഉയർന്ന കാലത്ത് സംഘടന പിരിച്ചുവിട്ട മദനി കൂടുതൽ ശക്തനായി PDP രൂപീകരിച്ചുവെന്ന് ജയരാജൻ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മദനിയെ പിന്തുണയ്ക്കുകയും വേദി പങ്കിടുകയും ചെയ്ത പാർട്ടിയാണ് CPM. 2009 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായ കാലത്താണ് പൊന്നാനി ഉപതെരഞ്ഞെടുപ്പിൽ മദനിയുടെ പാർട്ടിയായ PDP-യുമായി CPM തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയത്. അതേ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് മദനിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ മദനി ജയിലിലായി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ജയരാജന്റെ ഈ തിരിച്ചറിവ് എന്തിനാണ് എന്ന ചോദ്യം ശക്തമായിരുന്നു. ന്യൂനപക്ഷ പ്രീണനം മാത്രമായി CPM മാറി എന്ന ആരോപണം ശക്തമായിരിക്കുമ്പോഴാണ് ഭൂരിപക്ഷത്തെ കയ്യിലെടുക്കാനുള്ള രാഷ്ട്രീയ അടവുമായി ജയരാജന്റെ ഈ പുസ്തകം വന്നു എന്ന് സംശയിച്ചവരുമുണ്ട്. കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്ന ഈ പുസ്തകം സംസ്ഥാന രാഷ്ട്രീയത്തിലും CPM-ന്റെ ന്യൂനപക്ഷ നിലപാടുകളിലും ചലനങ്ങൾ ഉണ്ടാക്കി. ശരിക്കും ഇപ്പോൾ വഖഫിനെ കുറിച്ചുള്ള ഈ ഒരു പ്രസ്താവന, വഖഫിന്റെ ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡിന് അനുവദിക്കണം എന്ന രീതിയിൽ അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി നിസാർ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് ശരിക്കും വഖഫിനെ അനുകൂലിക്കാനും അതുപോലെ ന്യൂനപക്ഷ പ്രീണനവും തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്ന് തന്നെ ജയരാജന്റെ ഈ വാചകങ്ങളിൽ നിന്ന് ഈ പുസ്തകത്തിൽ ജയരാജൻ തുറന്നു പറഞ്ഞ ഈ സംഗതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരിക്കും 15 വർഷത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ജയരാജൻ ഇത്തരത്തിൽ പുസ്തകത്തിലൂടെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിനെ വലിയ രീതിയിലാണ് വിമർശിക്കപ്പെട്ടത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം സംസ്ഥാനത്തുടനീളം മദനി നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ചാണ് ജയരാജൻ ഈ പുസ്തകത്തിൽ കുറേ ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ മാതൃകയിൽ മദനി ഇസ്ലാമിക് സേവക് സംഘിന് രൂപം കൊടുക്കുകയും
അവർക്ക് ആയുധ പരിശീലനം നൽകുകയും ചെയ്തു എന്നാണ് ജയരാജൻ പറഞ്ഞത്. എന്തായാലും ജയരാജൻ്റെ ഈ വഖഫിനെ അനുകൂലിച്ചിട്ടുള്ള സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെക്കുറിച്ച്, സർക്കാർ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ സർക്കാരിന് എതിരായിട്ട് തന്നെ സർക്കാർ ആദ്യം നിരസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് പോലും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ ഈ പുസ്തകം വഖഫിൻ്റെ വിഷയം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ, മുനമ്പം വിഷയം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സർക്കാരിന് അത് നിരസിക്കാനാകില്ല. നിസാർ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ്, എന്തായിരുന്നു സർക്കാർ നിസാർ കമ്മീഷൻ നിയോഗിച്ചതിലൂടെ ആലോചിച്ചിരുന്നത് എന്നൊക്കെ ഇനിയിപ്പോൾ സർക്കാർ വെളിപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് സർക്കാരിനെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ജയരാജൻ്റെ പുസ്തകത്തിലെ ഈ ഒരു വിവരം. ഇനി എന്തൊക്കെയാണ് ജയരാജൻ്റെ പുസ്തകത്തിലൂടെ സർക്കാരിനെതിരെ, അതുപോലെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ, മുസ്ലിം പ്രീണനത്തിന് വേണ്ടി സർക്കാർ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. RSSുമായി ജമാഅത്തെ ഇസ്ലാമി നടത്തിയ രഹസ്യ ചർച്ചകൾ, മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാരെ വധിക്കാൻ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ നീക്കങ്ങൾ, ഇതെല്ലാം രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവ് പകരും. 1948 രൂപീകരണ ഘട്ടം മുതൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ സ്വീകരിച്ച നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു എന്നത് വസ്തുനിഷ്ഠമായി പുസ്തകത്തിൽ ജയരാജൻ പ്രതിപാദിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളായ ഒരുപറ്റം പേർ മാവോയിസ്റ്റുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ഗുരുതര ആരോപണവും ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാവോയിസ്റ്റ് തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രവർത്തകർ മറഞ്ഞിരുന്ന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. പി കോയ പോരാട്ടം നേതാവ് MN രാവണി, മാധ്യമ പത്രാധിപർ VM ഇബ്രാഹിം എന്നിവർ ഈ സംഘടനയുടെ അംഗങ്ങളാണെന്നും പി ജയരാജൻ പുസ്തകത്തിൽ പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.